വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അന്യദേശത്ത് അടിമയായിരുന്നിട്ടും തൻ്റെ യജമാനത്തിയുടെ വേദനയിൽ ആശ്വാസമായി തീർന്ന ഒരു ചെറിയ പെൺകുട്ടിയുടെ പ്രവൃത്തിയെക്കുറിച്ച് വായിക്കുന്ന ഭാഗമാണ് 2 രാജാക്കന്മാർ 5:1 മുതലുള്ള വാക്യങ്ങൾ. തന്നെ അടിമയാക്കി വച്ചിരിക്കുന്ന ഈ കുടുംബത്തോട് പക ഉണ്ടാകേണ്ടിയിരുന്ന പെൺകുട്ടിയാണ് യജമാനത്തിയുടെ വേദനയിൽ ദുഃഖിക്കുന്നത്. ജീവിതത്തിൽ യജമാനത്തിയുടെ ദുഃഖത്തിൽ പങ്കുചേരാനുള്ള കാരണം താൻ അറിയുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന ദൈവത്തിൽ ഉള്ള വിശ്വാസമായിരുന്നു. ഇന്ന് നമ്മോട് ക്രൂരമായി ഇടപെടുന്നവരോടും വേദനിപ്പിക്കുന്നവരോടുമുള്ള നമ്മളുടെ മനോഭാവം എന്തായിരിക്കും? ഈ പെൺകുട്ടി അടിമയാക്കി കൊണ്ടുവന്ന നയമാൻ കുഷ്ഠരോഗിയായിരുന്നു. നയമാൻ്റെ കുഷ്ഠരോഗ സൗഖ്യത്തിന് ഈ പെൺകുട്ടി വഴി കാണിച്ചു കൊടുക്കുകയാണ്. അവൾ പറയുന്നത്, യജമാനൻ ശമരിയിലെ പ്രവാചകൻ്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ യജമാൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു. 2 രാജാക്കന്മാർ 5:3 വാക്യം. ജീവിതത്തിൽ പറയുവാനുള്ള കാരണം ദൈവത്തിലുള്ള അവളുടെ വിശ്വാസമായിരുന്നു. അന്യദേശത്ത് അടിമയായിരുന്നിട്ടും താൻ അറിയുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന ദൈവത്തെ അവൾ മറന്നില്ല. അടിമത്തത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും അനുഭവത്തിലും ദൈവത്തെ മുറുകെ പിടിക്കുന്ന പെൺകുട്ടി. ജീവിതത്തിൽ പ്രതിസന്ധികളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തോടുള്ള നമ്മളുടെ മനോഭാവം എന്തായിരിക്കും? പലപ്പോഴും പിറുപിറുക്കുകയും ദൈവ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നാം വീണുപോയിട്ടില്ലേ? ഈ പെൺകുട്ടിയുടെ ആലോചനയെ സ്വീകരിച്ച നയമാൻ പ്രവാചകനെ കാണുവാൻ പോകുന്നു. വലിയ സമ്മാനങ്ങളുമായി, അതായത് വെള്ളിയും പൊന്നും വസ്ത്രവും ഒക്കെയായ അവൻ അവിടേക്ക് പോകുന്നത്. നയമാനെ പോലെ സമ്മാനങ്ങൾ നൽകി, അതായത് ദൈവത്തെ പ്രസാദിപ്പിച്ച് കാര്യം നേടിയെടുക്കാമെന്ന് അനേകരും ഇന്ന് ചിന്തിക്കുന്നത്. നമ്മുടെ നന്മ പ്രവൃത്തികൾ കൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണം. നയമാൻ കൊണ്ടുവന്ന സമ്മാനങ്ങളിൽ ഒന്നും പ്രവാചകൻ ശ്രദ്ധിച്ചില്ല. പ്രവാചകൻ നയമാനോട് പറയുന്നത്, നീ യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക. 2 രാജാക്കന്മാർ 5:10. മുങ്ങിക്കുളിക്കുവാൻ പറഞ്ഞത് നയമാനെ കോപാകുലനാക്കി. കുളിക്കുക എന്നത് അവൻ്റെ ജീവിതത്തിലാകേണ്ടത് ശുദ്ധീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശുദ്ധീകരണം കൂടാതെ സൗഖ്യം ലഭിക്കില്ല. നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി പലതും സംഭവിക്കുമ്പോൾ നാമും കോപാകുലരാകാറില്ലേ? കോപം വിശ്വാസ ജീവിതത്തിൽ നിന്നുമുള്ള മടക്കയാത്രയാണ്. പ്രവാചകൻ്റെ അടുക്കൽ വന്ന നയമാനിൽ ചില പ്രത്യേക ഭാവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. നയമാനിൽ ഉണ്ടായിരുന്ന ഭാവങ്ങൾ നമ്മിലുണ്ട് എങ്കിൽ ഒരിക്കലും നമുക്ക് സൗഖ്യം ലഭിക്കില്ല. നയമാനിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഭാവം അവൻ്റെ അഹങ്കാരമായിരുന്നു. ഞാൻ ഒരു രാജ്യത്തിൻ്റെ സൈന്യാധിപനാണ്, പരാക്രമശാലിയാണ്, വലിയ സമ്മാനങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യോർദാൻ നദിയേക്കാൾ പുണ്യനദികളാണ് ദമ്മശ്കേക്കിലുള്ള ഞങ്ങളുടെ നദികളായ അബാനയും പർപ്പരും. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞതുപോലെ യോർദാനിൽ മുങ്ങിക്കുളിക്കേണ്ട ആവശ്യമില്ല. നയമാനിൽ ഉണ്ടായതുപോലെയുള്ള ഭാവം നമ്മിലും ഉണ്ടായിട്ടില്ലേ? സഭകൾ മാറി മാറി ഓടി നടന്ന് ചെല്ലുന്നിടത്തെല്ലാം മുങ്ങിക്കുളിക്കുന്നതിൽ കൂടി ശുദ്ധീകരണം ലഭിക്കില്ല. യേശുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് ശുദ്ധീകരണം ഉണ്ടാകൂ. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നയമാൻ്റെ രണ്ടാമത്തെ ഭാവം സൗഖ്യത്തെക്കുറിച്ചുള്ള അവൻ്റെ സങ്കല്പമായിരുന്നു. പ്രവാചകൻ്റെ അടുക്കൽ വരുമ്പോൾ പ്രവാചകൻ അടുത്തു വന്ന് അവൻ്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് കൈ കുഷ്ഠരോഗത്തിന് മീതെ ആട്ടി സൗഖ്യം നൽകുമെന്നാണ് നയമാൻ ചിന്തിച്ചത്. വാക്യം 11. അതായത് പ്രവാചകൻ ഒരു മജീഷ്യനാണ് എന്ന് നയമാൻ ചിന്തിച്ചിരിക്കാം. ആ സങ്കല്പം നടന്നില്ല. അത് നയമാനെ കോപാകുലനാക്കി. പ്രതീക്ഷകൾക്കൊപ്പം ദൈവം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ നാമും കോപാകുലരായി തീർന്നിട്ടില്ലേ? എൻ്റെ താല്പര്യം അനുസരിച്ച് ദൈവം പ്രവർത്തിക്കണമെന്നല്ലേ നാം ചിന്തിക്കുന്നത്? നല്ലൊരു കാര്യം ഓർക്കണം, നാം ഇഷ്ടപ്പെടുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നവനല്ല നമ്മളുടെ ദൈവം. നയമാൻ്റെ മൂന്നാമത്തെ ഭാവം അവൻ്റെ അവിശ്വാസമാണ്.
യോർദാനിൽ കുളിച്ചാൽ എങ്ങനെ സൗഖ്യം ലഭിക്കും? ഒരു ചെറിയ കാര്യം ചെയ്യുവാനല്ലേ പ്രവാചകൻ പറഞ്ഞത്? ഒരു വലിയ കാര്യം ചെയ്യുവാൻ പറഞ്ഞിരുന്നുവെങ്കിൽ നയമാൻ അത് ചെയ്യുമായിരുന്നു. കർത്താവ് നമ്മോട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാനേ പറയത്തുള്ളൂ. അത് നാം അനുസരിക്കണം. ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി ഏലിയാവിനോട് ദൈവം പറഞ്ഞ് എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഏലിയാവ് അനുസരിച്ചു, എഴുന്നേറ്റു, തനിക്ക് ലഭിച്ച ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ഏലിയാവും നടന്ന് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൽ എത്തി. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ചേരണമെങ്കിൽ അവൻ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറാകണം. നയമാൻ അവസാനം അത് ചെയ്തു. അവൻ യോർദാൻ നദിയിൽ മുങ്ങി. അവൻ്റെ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെയായി. 14-ാം വാക്യം. കർത്താവ് നമ്മോട് പറയുന്ന ചെറിയ ചെറിയ സംഗതികൾ ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ മാത്രമേ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുള്ളൂ. കർത്താവേ, എന്നോട് പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും പൂർണ്ണമായി അനുസരിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ. ആമേൻ. മർത്യരാരിലും ഞാൻ സഹായം തെല്ലും തേടുകില്ല നിശ്ചയം. മർത്യരാരിലും ഞാൻ സഹായം തെല്ലും തേടുകില്ല നിശ്ചയം. ജീവനാഥനാവശ്യങ്ങൾ അറിഞ്ഞു ജീവനാളെല്ലാം നടത്തിടുമേ. ജീവനാഥനാവശ്യങ്ങൾ അറിഞ്ഞു ജീവനാളെല്ലാം നടത്തിടുമേ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായ